ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഇൻഡോർ പോട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് മോൾഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മോൾഡിന് വേണ്ടി തെർമോക്കോളിൻ്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു പീസ് 5.5 സെൻറ്റിമീറ്റർ വീതിക്കും 7 ഇഞ്ച് അതിൻ്റെ പൊക്കവും അളന്ന് അങ്ങനത്തെ 2 പീസ് മുറിച്ചെടുക്കണം. അത് കഴിഞ്ഞ് അടുത്ത് വേണ്ടത് 5 ഇഞ്ച് വീതിക്കും 7 ഇഞ്ച് പൊക്കത്തിനും ഉള്ള 2 പീസും കൂടെ എടുക്കുക. ഇനി ആ പീസുകളെല്ലാം കൂടെ 4 കൂടെ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. പശ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ വലിയ 2 പീസും 2 സൈഡിലും ചെറിയ 2 പീസും അകത്തെ സൈഡിലും കൂടെ ചേർത്ത് ഒട്ടിച്ചെടുക്കുക. 5 ഇഞ്ച് വീതിക്കുള്ളത് അകത്തെ സൈഡും 5.5 ഇഞ്ച് വീതിയുള്ളത് വെളി സൈഡും ആ ഒരു കണക്കിന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ വലിയ ബോക്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഇതിനകത്ത് വയ്ക്കാൻ വേണ്ടി ചെറിയൊരു ബോക്സ് കൂടെയാണ്. അത് സാധാ കാർഡ്ബോർഡ് പീസുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന പോട്ടിൻ്റെ കനം കഴിഞ്ഞിട്ട് 1/2 ഇഞ്ച് 4 സൈഡിൽ നിന്നും കഴിഞ്ഞ് അതിൻ്റെ അളവെടുത്ത് ചെറിയൊരു കാർഡ്ബോർഡിൽ ഒരു ബോക്സ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ കാർഡ്ബോർഡ് ബോക്സിനെ നമുക്ക് ഒരു കാർഡ്ബോർഡ് പീസിലോ അല്ലെങ്കിൽ തെർമോക്കോളിൻ്റെ പീസിലോ അതിൻ്റെ അടി സൈഡ് പശ ഉപയോഗിച്ച് നല്ലോണം ഉറപ്പിച്ചിട്ട് വലിയ ബോക്സ് അതിനകത്ത് കറക്റ്റ് 4 സൈഡും നോക്കി കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ചുറ്റാതെ വെളി സൈഡിൽ നമുക്ക് പശ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ബോക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് സിമൻറ്റ് വെള്ളവും കൂടെ മിക്സ് ചെയ്തതാണ്. അതിൽ മീഡിയം കട്ടിക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആ ബോക്സിനകത്തോട്ട് കോരി ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെച്ചേക്കുന്ന ബോക്സിൽ അതിൻ്റെ മുകൾ സൈഡും കൂടെ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് സിമൻറ്റ് നല്ലവണ്ണം കലക്കി നല്ല വണ്ണം നമ്മൾ മോൾഡിൻ്റെ കറക്റ്റ് മട്ടത്തിന് ഒഴിച്ചു കൊടുത്ത് അതിന് ഏകദേശം ഒരു 3-4 മണിക്കൂർ നല്ലവണ്ണം ഉണങ്ങാൻ വയ്ക്കുക. അപ്പോൾ ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെളി സൈഡിലുള്ള തെർമോക്കോളിൻ്റെ പീസെല്ലാം ഇളക്കി മാറ്റാം. അപ്പോൾ ഇളക്കി മാറ്റിയിരുന്നാലും നമുക്ക് വീണ്ടും അടുത്ത പോട്ടുണ്ടാക്കാൻ സുഖമായിട്ട് എടുക്കാം. അത് പൊട്ടിപ്പോകാതെ വളരെ ശ്രദ്ധിച്ച് തന്നെ ഇളക്കിയെടുക്കുക. ഇനി അടുത്ത് കത്തി ഉപയോഗിച്ച് നമുക്കതിൻ്റെ പുറത്ത് പറ്റി പിടിച്ചിരിക്കുന്ന തടുപ്പുകളും മറ്റുമെല്ലാം ചെറുതായിട്ടൊന്ന് ചുരണ്ടി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് താമസിക്കരുത്. കറക്റ്റ് 4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി എംപൈൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് നല്ലോണം പേപ്പറും കൂടെ പിടിച്ചിട്ട് അതിൻ്റെ അടി സൈഡിലൊരു ബോർഡർ കൊടുക്കുക. നമുക്ക് എത്ര വീതി വേണോ ആ ഒരു അളവിന് ഒരു ബോർഡർ കൊടുത്തിട്ട് നമുക്ക് ചെറിയ ആണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ മുനയുള്ള എന്തെങ്കിലും കൊണ്ട് നല്ല മൂർച്ചയുള്ള എന്തെങ്കിലും കൊണ്ട് അതിൻ്റെ അടി സൈഡിൽ നല്ലോണം വരച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ബാക്കി മുകളിലുള്ള സൈഡിൽ ചെറുതായിട്ട് ഗ്രൂവുകളും കൂടെ അടുപ്പിച്ചടുപ്പിച്ച് ഈ ആണി ഉപയോഗിച്ച് തന്നെ നമുക്ക് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മുകൾ സൈഡും കൂടെ അടുത്ത ഗ്രൂവുകളും കൂടെ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ കൊടുക്കുക. ഒരു 1/2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ അടുപ്പിച്ചടുപ്പിച്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആണി കൊണ്ട് തന്നെ നല്ലവണ്ണം കുഴിച്ച് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കപ്പം കാണാൻ നല്ല ഡിസൈനിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ കണക്കുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഒരു 5-6 മാസത്തിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കറക്റ്റ് റൗണ്ട് ഷേപ്പും സ്ക്വയറും വരുന്നത് അത് മറ്റൊരു ഡിസൈനിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ അടുപ്പിച്ച് ചിറ്റാതെ എല്ലാ സൈഡിലും ഗ്രൂ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം നല്ലവണ്ണം ഒന്ന് ഉണങ്ങാൻ വയ്ക്കുക. അപ്പോൾ മൊത്തത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് വെച്ചിരിക്കുന്ന മോൾഡെല്ലാം കാർഡ്ബോർഡിൻ്റെ പീസെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇനി നമുക്ക് വെള്ളം ഉപയോഗിച്ചോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാതെ എംപൈൻ്റെ സാൻഡ് പേപ്പർ കൊണ്ട് ആ ഗ്രൂ എല്ലാം നല്ലവണ്ണം പേപ്പറും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഷേപ്പും നല്ല വൃത്തിക്കും പേപ്പർ ചെയ്തെടുക്കുക. ഇപ്പോൾ പേപ്പറെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കളറാണ്. അപ്പോൾ കളറിന് വേണ്ടി എടുത്തിരിക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. അപ്പം റെഡും ആക്രിലിക്കിൻ്റെ ബ്ലൂവും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു കളറാണ് ഞാൻ പോട്ടിൻ്റെ ചുറ്റാതെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഏറ്റവും അതിൻ്റെ അടി സൈഡിൽ കൊടുക്കുന്നത് ആക്രിലിക്കിൻ്റെ ഗോൾഡാണ്. അപ്പോൾ പെയിൻ്റെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പോട്ട് നല്ലോണം ഉണങ്ങിയതിന് ശേഷം
ഒരു കോട്ട് ക്ലിയർ വാർണിഷും കൂടെ അടിക്കാൻ നേരത്ത് കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.